ഞാൻ ടീനേജ് ആയിരുന്ന സമയത്തുണ്ടല്ല, ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിക്കുമായിരുന്നു, എൻ്റെ ഈ തിരിഞ്ഞിരിക്കണ പല്ലൊന്ന് ശരിയാക്കി തരുമോന്ന് കേട്ടോ. അപ്പൊ എൻ്റെ ഉമ്മ പറയണ എന്താ അറിയോ, എൻ്റെ മോള് ചിരിക്കുമ്പോ ആ പല്ലുള്ളതുകൊണ്ടാണ് ഭംഗിയെന്ന്. ഞാനൊരു പാവായോണ്ട് അതില് വീണു. ഈ സെയിം ചോദ്യം തന്നെ എൻ്റെ മോൾ എന്നോടും ചോദിച്ചിട്ടാ. ഉമ്മ പറഞ്ഞ തന്നെ തിരിച്ചു പറഞ്ഞു നോക്കി, പക്ഷെ വർക്കൗട്ട് ആയില്ല. ആക്ച്വലി ആ ചുക്കിളിന്റെ പല്ലിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉണ്ടല്ല, മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് കുറെ അന്വേഷിക്കണം, റിവ്യൂസ് എടുക്കണം. ചുരുക്കി പറഞ്ഞ ഒരു കല്യാണക്കാരെ അന്വേഷിക്കണ പോലെ. അങ്ങനെ ഫൈനലി കണ്ടെത്തിയാണ് ക്ലിനിക് 7. ഇവിടെ വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഫസ്റ്റിന് ആരാണോ പേഷ്യന്റ് അവരുടെ കംപ്ലീറ്റ് ഓൾഡ് ഹിസ്റ്ററി എടുക്കും. ആ ടൈമിൽ മക്കൾക്ക് ബോറടിക്കൊന്നുമില്ല. ചെറിയ എന്റർടൈൻമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മളൊരു കോഫിയൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനുള്ള ടൈമായി. ഫസ്റ്റ് ആഴ്ചക്കുള്ളിലേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഡോക്ടർ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുറെ കൂടി കംഫർട്ട് ആയപ്പോഴത്തേക്കും ഞാൻ ഡോക്ടറിനോടുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഡോക്ടർ എനിക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് മോളുടെ ഫേസ് മാറരുത്. പിന്നെ അച്ഛമോള് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണെന്ന്. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് പല്ലൊന്നും പറിക്കേണ്ടി വരില്ല, ഇത് കുറെ കൂടി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് പെയിൻലെസ് ആയിരിക്കും. 2-3 സിറ്റിങ്ങിന് ശേഷമായിരിക്കും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവണത്. അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പോവാൻ. ഫസ്റ്റ് സിറ്റിങ്ങിന് വന്നപ്പോൾ തന്നെ അച്ചുക്കളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ പാരന്റ്സിനോട് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയണ പോലെ തന്നെ മോളോടും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചുമോള് കംഫർട്ടായതിനു ശേഷമാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ലുക്കിൽ അച്ഛന് അങ്ങനെ പ്രശ്നമൊന്നും തോന്നൂല പല്ലിന്, പക്ഷെ ഡിസോർഡറും ആയിരുന്നു, എക്സ്പാൻഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുക്കളിക്ക് നാണം വന്നിട്ട് വയ്യായിരുന്നു ചിരിക്കാൻ. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടാ, നല്ല രസമുണ്ടായി. നമ്മളെപ്പോഴും ഡോക്ടേഴ്സ് ലൈക്ക് ഏഞ്ചൽസ് എന്ന് പറയൂലേ, എനിക്ക് അത് ഫീൽ ചെയ്തു. അടുത്ത സിറ്റിങ്ങിന് വന്നപ്പോഴാണ് ഇവിടെ ഡെന്റലിന് മാത്രമല്ല സ്കിന്നും ഹെയറിനൊക്കെ അടിപൊളി ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. കുറെയൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. ജസ്റ്റ് ടൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടാ ഈ ഒരു സെറ്റിങ്ങിൽ. പിന്നെ ഓരോ പ്രാവശ്യം വരുന്നവരും അച്ഛമോള് ഭയങ്കര കൂളായിരുന്നു. കുറെയൊക്കെ വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അച്ഛമോളെ കൊണ്ട് തന്നെ ഇൻഡിവിജ്വലി ചെയ്യിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് വിട്ടത്. അച്ഛനെ കാണാൻ ഇപ്പൊ ചെറുതായിട്ടൊരു എന്തിനും കുഞ്ഞിനെ പോലെ ഇല്ലേ. ഡോക്ടർ പിന്നെ പ്രത്യേകം പറഞ്ഞാൽ വിട്ടേക്കണ ഫുഡ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്, ഫസ്റ്റ് ഡേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെന്ന്. ഇവിടുത്തെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്തത്.